ഞാൻ ഒരുപാട് കാര്യം, അതായത് ഒന്നും സംസാരിക്കണ്ട എന്ന് വിചാരിച്ചൊരു വിഷയത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പ്രതികരിക്കുന്ന കൂട്ടത്തിലല്ല, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ വിധി കുറച്ച് നാൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആക്കപ്പെട്ടവർക്ക് ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. അതിൽ രണ്ട് പക്ഷം നിൽക്കുന്നവരുണ്ട്, ദിലീപിൻ്റെ കൂടെ നിൽക്കുന്നവരുമുണ്ട്, ആക്രമിക്കപ്പെട്ട നടിയുടെ, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ആ കുറ്റം ചെയ്തവരെ പോലെ തന്നെ ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ അവരെക്കാളും നമുക്ക് വെറുപ്പ് തോന്നുന്ന കുറച്ച് ആൾക്കാർ. അതിലൊന്ന് കുറച്ച് ഇപ്പം ബിഗ് ബോസിൽ വിന്നറായ അഖിൽ മാരാർ. പുള്ളിക്കാരനെ കുറേ സപ്പോർട്ട് ചെയ്ത് കുറേ ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ വിന്നറായതിനു ശേഷം പുള്ളിക്കാരന് ഭയങ്കര ഒരു ഹൈക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരവരുടെ പേഴ്സണൽ ചോയ്സാണ്, ആരെ വേണോ അവരവർക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ പുള്ളി അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു കാറിൻ്റെ ബാക്ക് സീറ്റിൽ വെച്ച് എങ്ങനെ ഒരു നടിയെ ഇത്രയും ഇതായിട്ട് പീഡിപ്പിക്കപ്പെടും, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. എന്ത് ലോജിക്കിൻ്റെ പുറത്താണ് പുള്ളി അത് പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പുള്ളിയുടെ മനസ്സിൽ കാണും. ഒന്ന്, ആക്രമിക്കപ്പെട്ട നടിക്ക് പിൻബലമില്ല, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, മുകളിൽ പിടിപാടില്ല. പക്ഷെ ദിലീപിന് ഇതെല്ലാം ഉണ്ട്. ഈ പക്ഷം ഈ ഒരു സാഹചര്യത്തിൽ പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന അഖിൽ മാരാർക്ക് നാളെ സിനിമയിൽ കയറി പോവാം എന്നുള്ള ഇതായിരിക്കും. ഇപ്പം ദിലീപിന് ഒരു സിനിമയില്ല, അത് വേറെ കാര്യം. രണ്ട്, ഇങ്ങനെ നെഗറ്റീവ് രീതിയിലൂടെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടും. അത് രണ്ടാമത്തെ കാര്യം. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് പുള്ളി അതാണ് എയിം ചെയ്യുന്നത്. അല്ലാതെ പുള്ളി ഇങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂന്ന്, പൃഥ്വിരാജിനെ പോലുള്ള ഒരു വ്യക്തിനെയൊക്കെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പബ്ലിസിറ്റി കിട്ടും. അതല്ലാതെ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വ്യക്തിത്വമുള്ള, ബാക്ക് ബോണിന് ഇത്രയും ഇതുള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് മലയാള സിനിമയ്ക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. പൃഥ്വിരാജിനെ പോലുള്ള ഒരു ഡയറക്ടർ, ആക്ടർ, എല്ലാ രീതിയിലും ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളിനെ പറയാനോ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയും ഈ പറയുന്ന എനിക്കോ ഈ പറഞ്ഞ വ്യക്തിക്കോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളിക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത്. ഞാൻ ആരെയും മോശമായിട്ട് പറയുന്നതല്ല, എന്നാലും പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക. അവനവൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ സംസാരിച്ചാൽ അത് നല്ല രീതിക്ക് വരൂല. അപ്പോൾ പുള്ളിക്ക് രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ എന്നും അന്നും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം. താങ്ക് യു.